नहीं तो उस काम करने वाले जगह में काम क्या करके उनके बॉस को समझ में आना അപ്പോൾ चाहिए। ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുമ്പോൾ ആ നടത്തിപ്പുകാർക്ക് ഒരു താല്പര്യം ഉണ്ടായാൽ മാത്രമേ പ്രൊമോഷൻ ലഭിക്കൂ. तो अच्छा काम करने समय जो चला रहा है उनको अच्छा लगेगा तभी उनको प्रमोशन दिया जाता ആ है। നല്ല സിൻസിയർ ആയിട്ട് നല്ല വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാറുണ്ട്. तो जो ईमानदारी से विश्वास योग्य बनकर काम करता है उनको जो है दिया जाता है। എന്നാൽ ചിലപ്പോഴൊക്കെ ആ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് പോലും ആ സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ലെന്ന് വരാം. तो जो विश्वास योग्य होते कभी कभार उनको भी पद नहीं मिला हुआ होता है। എന്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, मेरे दोस्त मुझे ऐसे कहे थे, എനിക്ക് പ്രൊമോഷൻ ലഭിക്കേണ്ടതായ പല സാഹചര്യങ്ങൾ വന്നു. मुझे प्रमोशन मिलने वाले कई सारे ऐसे परिस्थिति आए थे കാരണം ഞാൻ ആ സ്ഥാപനത്തിൽ വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുന്നു. क्योंकि मैं वो उस जगह में विश्वास योग्य बनकर काम कर रहा था। പക്ഷെ എന്നോടുകൂടെ ജോലി ചെയ്യുന്ന ചിലരുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ഉള്ള പ്രൊമോഷൻ നഷ്ടമായി. तो मेरे जो सहकर्मी थे उनके जो कार्य की वजह से मेरा जो प्रमोशन चले गया। എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷനെ അവർ തടഞ്ഞു വെച്ചു. यानी कि मुझे मिलने वाला प्रमोशन को उन्होंने रोक कर रखा। അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്തു, അതാ കാരണം. तो कारण क्या पूछा जाए तो मैंने विश्वास योग्य बना वहां पर इसीलिए। ഇന്ന് ലോകത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കാമെങ്കിൽ പലപ്പോഴും അങ്ങനെയാ കാണുന്നത്. तो अगर संसार में आज हम देखें तो इस प्रकार हम देखते हैं വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന പലരെയും പ്രൊമോഷനിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു വെക്കുന്ന ചില ശക്തികളുണ്ട്. विश्वास योग्य बनकर रहने वाले उनको प्रमोशन नहीं मिलने जैसे रुकावट रखते हैं। എന്നാൽ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങൾ വന്നാലും ദൈവം അവനെ ആദരിക്കാൻ ആഗ്രഹിച്ചാൽ परंतु परमेश्वर की संतान के जीवन में अगर ऐसा कोई रुकावट आता है परंतु परमेश्वर ने आदर देना चाहते हैं तो ആമേൻ, ദൈവം അവനെ ആദരിക്കുക തന്നെ ചെയ്യും. उन्हें परमेश्वर आदर देते ही है, ദൈവം അവനെ ഉയർത്തുക തന്നെ ചെയ്യും. उन्हें उठाते ही है। ആരെല്ലാം താഴ്ത്തുവാൻ ശ്രമിച്ചാലും, ताकि चाहे जो भी उन्हें नीचा करने की कोशिश करे, ആരെല്ലാം തകർക്കുവാൻ ശ്രമിച്ചാലും, कोई भी उनको नाचने की कोशिश करे, ആരെല്ലാം അതിന് വിരോധമായി കടന്നു വന്നാലും, कोई भी उनके विरोध होकर खड़े हो जाए, ദൈവസന്നിധിയിൽ വിശ്വസ്തനെങ്കിൽ, परमेश्वर की सन्निधि में अगर विश्वास योग्य है, ദൈവഹിതപ്രകാരം നിൽക്കുന്നുവെങ്കിൽ परमेश्वर की इच्छा के हिसाब से खड़े होते हैं तो ദൈവം ആദരിക്കും, ദൈവം മാനിക്കും. परमेश्वर आदर देंगे और बढ़ाएंगे, ആമേൻ, ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. परमेश्वर ऊंचा ही करेंगे। അല്ലെങ്കിൽ നോക്കിയേ, ദാനിയേൽ 3:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, दानियल 3:30 में हमने ऐसा पढ़ा है, പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്തെ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. हम देखते हैं कि तब राजा ने बाबुल के प्रांत में शद्रक मेशक अबेदनगो को पद और ऊंचा किया। അവിടെ ഒരു വാക്ക് ഇങ്ങനെ എടുത്തു പറയുന്നു, പിന്നെ. यहाँ पर एक ऐसे बात बताया गया है तब, നോക്കിയേ, പിന്നെ രാജാവ് കൽപ്പിച്ചു കൊടുത്തത്. तो बताया जा रहा है तब राजा ने ऐसा किया। അപ്പൊ ഇതുവരെ അവരുടെ അവസ്ഥ എന്തായിരുന്നു? तब तक उनका अवस्था कैसा था? അവർക്ക് ആദരവ് ലഭിച്ചില്ലേ? उनको आदर नहीं मिला था। എന്നാൽ അതിന്റെ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. तो उसके दूसरे अध्याय में ऐसे एक बात हम पढ़ते हैं, 2-ാം അധ്യായം അതിന്റെ 49 दूसरा अध्याय उसका 49, ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി ദാനിയേല് രാജാവിന്റെ കോവിലകത്ത് പാർത്തു. तब हम देखते हैं कि दानियल की विनती करने से राजा ने शद्रक मेशक अबेदनगो को बाबुल के प्रांत के कार्य के ऊपर नियुक्त कर दिया, परंतु दानियल आप ही राजा के दरबार में रहता था। ഇവിടെ നോക്കിയേ, ദാനിയേലിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അപേക്ഷ പ്രകാരം ചില സ്ഥാനങ്ങൾ അവർക്ക് കൊടുത്തു. हम देखते हैं कि दानियल की विनती के कारण कुछ स्थान उनको दिया गया, എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുവാന് അവരെ അധികാരിയാക്കി വെച്ചു. यानी कुछ कार्य करने का उनको अधिकार दिया था, ആ ഒരു അധികാരം അവർക്ക് ഇപ്പോഴുണ്ട്. यानी कि एक अधिकार उनके पास है। നമുക്കറിയാം, ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദാനിയേല് അവർ എങ്ങനെയുള്ളവരെന്ന്. हम जानते हैं कि दानियल शद्रक मेशक अबेदनगो कैसे है करके, അവർ ഇപ്പോൾ താമസിക്കുന്നത് അവരുടെ സ്വന്തം ദേശത്തിലല്ല. अपने अपने देश में नहीं रह रहे हैं, അവർ ഇപ്പോ അവരെ സ്വന്തം ദേശത്ത് നിന്ന് അവരെ കൊണ്ടുവന്നത്. उनको अपने देश से लेकर आए हैं। എങ്ങനെ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ അടിമകളായിട്ട് കൊണ്ടുവന്നത്. कैसे लेकर आए? बुलाया गया तो उनको जो है गुलामी में लेकर आए। അപ്പൊ അടിമയായിട്ട് കൊണ്ടുവന്ന വ്യക്തിക്ക് ആ ദേശത്തിൽ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. तो गुलाम के रूप में लेके आए लोगों को उस देश में जो है स्थान दिया है। അപ്പോ അടിമകൾക്ക് ആ സ്ഥലത്ത് ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ अगर गुलाम को उस जगह पर कोई स्थान मिलना है तो നമ്മൾ ഇവരുടെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. इसका इतिहास देखा तो हम समझ सकते हैं। ഇവർ ആ ദേശത്തിൽ വിശ്വസ്തരായിരുന്നു. वे वो देश में विश्वास योग्य थे, തങ്ങളുടെ ദേശത്തിലല്ല, अपने देश में नहीं, അന്യദേശത്തിൽ. दूसरे देश में। നോക്കി, അടിമയായിട്ട് കൊണ്ടുപോയ ദേശത്തിലും
ഇവർ മാത്രമല്ല അനേകം ജനങ്ങൾ ഇവിടെ ഉണ്ട്. तो गुलामी के रूप में लेके गया हुआ देश में सिर्फ ये ही नहीं परंतु दूसरे लोग भी है। പക്ഷേ ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ इजराइल ने जब पाप करके परमेश्वर से दूर गए അപ്പോൾ ഈ ബാബേൽ രാജാവ് വന്ന് അവരെ എല്ലാം അടിമയാക്കി കൊണ്ടുപോയി. तो बाबुल राजा ने उन सबको गुलामी के रूप में लेके गए। നമുക്കറിയാം ഇസ്രായേൽ എപ്പോ പാപം ചെയ്താലും ഇവരെ ദൈവം ശത്രുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. हम जानते हैं कि इसराइली जब भी पाप करते हैं परमेश्वर शत्रु के हाथ में इनको देता है। അവിടെ കുറച്ചു കാലം കിടക്കുമ്പോൾ ഇവർ നിലവിളിക്കും, ദൈവം വീണ്ടും മടക്കി കൊണ്ടുവരും. वह कुछ देर वहां पर रहकर चिल्लाने के समय परमेश्वर फिर से उनको लेकर आता है। അവരുടെ പശ്ചാത്താപം കണ്ട് ദൈവം മടക്കി കൊണ്ടുവരും. उनका पश्चाताप देखकर उन्हें वापस लेकर അവർ आते हैं। വീണ്ടും പാപം ചെയ്ത് അടിമത്തത്തിലേക്ക് പോകും. फिर से पाप करके गुलामी में जाते हैं। ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനം. ऐसे व्यवहार जो था इजरायलियों को, എത്ര തന്നെ അവർ പാപം ചെയ്ത് പിന്മാറിപ്പോയാലും कितना भी पाप करके पीछे हटने के समय പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ദൈവം അവരെ വീണ്ടും ചേർത്തുകൊള്ളും. पश्चाताप करने से परमेश्वर फिर से बुलाते हैं। അങ്ങനെ ഇപ്പോൾ അടിമത്തത്തിൽ കിടക്കുന്ന ജനം. ऐसे गुलामी में रहने वाले लोग അപ്പൊ അനേകരെ അവിടെ പിടിച്ചുകൊണ്ട് വന്നുവെങ്കിലും कई सारे जन को वहां पर लेकर आए थे। ഈ 4 പേരെ മാത്രം ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് കൊണ്ടുവന്നു. इन 4 जन को सिर्फ एक खास कार्य को लेकर आए। ആമേൻ. ആരെല്ലാം എങ്ങനെയെല്ലാം ആയിരുന്നാലും कोई भी कैसे भी होगा जो भी ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നാം നിൽക്കാമെങ്കിൽ परमेश्वर के सन्निधि में अगर विश्वास योग्य बनकर हम खड़े रहते हैं, മറ്റുള്ളവരുടെ മുൻപേ ആദരിക്കുവാനും മാനിക്കുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. दूसरों के सामने आदर मिलता है। നാം മറ്റുള്ളവരെ പോലെ ആയി തീരണമെന്നല്ല, हमें दूसरों के साथ बनना है करके नहीं, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തീരുക. हमें दूसरों से अलग बनना है। മറ്റുള്ളവരെ പോലെ ആയിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. दूसरों के साथ बनकर कोई नहीं होता है, എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തനായി തീരുമ്പോൾ परंतु दूसरों से जब अलग बनते हैं നമ്മെ ആദരിക്കും, നമ്മെ ശ്രദ്ധിക്കും. हमें आदर दिया जाता है और जाना जाता है। അല്ലെങ്കിൽ നോക്കിയേ, ഈ ബാബേൽ സംസ്ഥാനത്തിൽ അനേകരെ അടിമകളായിട്ട് കൊണ്ടുവന്നു. नहीं तो देखिए बाबुल में कई सारे जन को गुलामी के रूप में लेकर आए थे, എന്നാൽ അവിടെ 4 പേർക്ക് മാത്രം ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് വരാൻ കഴിഞ്ഞു. परंतु सिर्फ 4 जन को एक खास कार्य के लेकर आए थे। അപ്പൊ ദാനിയേല് രാജാവിന്റെ ഇഷ്ടപ്രകാരം രാജാവിന്റെ കോവിലകത്താണ് പാർക്കുന്നത്. तो दानियल जो है अपने इच्छा के हिसाब से वो राजा की जगह पर रहते हैं। രാജാവിന്റെ കോവിലകത്ത് അവിടെയാണ് അവർ കഴിയുന്നത്. तो राजा के जो प्रांत में रहते हैं, അപ്പോ ആ ദാനിയേല് പറയുന്നത്, ദാനിയേൽ ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ തക്കവണ്ണം രാജാവ് എത്രത്തോളം വിശ്വസ്തനെ നോക്കി. तो दानियल जो चाहता है वैसे राजा करने से आप देखिए कितना विश्वास योग्य दानियल था। അപ്പൊ ദാനിയേൽ ഇത്രയും വിശ്വസ്തനായത് കൊണ്ടാണ് ദാനിയേൽ അപേക്ഷിക്കുന്നതൊക്കെ രാജാവ് ചെയ്തു കൊടുക്കുന്നത്. दानियल विश्वास योग्य होने के कारण जो चाहता है वो राजा कर देता है। നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. अगर हम परमेश्वर के सन्निधि में विश्वास योग्य है, हम जो चाहते हैं परमेश्वर कर देते हैं। നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി നൽകും. हम प्रार्थना करने वाले विषयों पर जवाब देंगे। നാം ഏതെല്ലാം വിഷയം ദൈവസന്നിധിയിൽ വെക്കുന്നു അതിനെല്ലാം ദൈവം മറുപടി നൽകും. हम जो कोई चीजें उनकी सन्निधि में रखते हैं सबका उत्तर देते हैं। ദൈവം നമ്മയും ആദരിക്കും, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തെയും ആദരിക്കും. हमें भी आदर देंगे, हम जो प्रार्थना करते हैं उस विषय को भी आदर देंगे। അതിന് നാം മറ്റുള്ളവരെ പോലെ ആകുക എന്നുള്ള അല്ല, उसके लिए हमें दूसरों के संग बनना है करके नहीं, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി തീരുക. दूसरों से अलग बनना है, മറ്റുള്ളവരെ പോലെ ആകാതെ दूसरों के समान नहीं അവരിൽ बनना നിന്ന് है, വ്യത്യസ്തരായി മാറുക. उनसे अलग बनना है। ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. प्रिय परमेश्वर इस प्रकार हमसे चाहते हैं। നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാറുണ്ട്. कई बार हम दूसरों का जो व्यवहार देखकर करते हैं, മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടിട്ട് അതുപോലെ പ്രസംഗിക്കുവാൻ, दूसरों का भाषण सुन के उस समान भाषण देना, മറ്റുള്ളവർ പാടുന്നത് പോലെ പാടുവാൻ, दूसरे लोग गाते समान गाना, മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടക്കുവാൻ, दूसरे चलते समान चलना, അവന്റെ ജീവിത ചര്യകൾ നമ്മൾ അതുപോലെ പകർത്തുവാൻ ശ്രമിക്കാറുണ്ട്. तो दिनचर्या वैसी हम करने की कोशिश करते हैं। പക്ഷേ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. परंतु परमेश्वर ऐसा नहीं चाहते। നാമായി തന്നെ നിൽക്കണമെന്നുള്ളത്. हमें हम जैसे ही रहना है। അതെ, കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, परमेश्वर आप और मेरे बारे में इच्छा करते हैं। എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു വ്യക്തിത്വം തന്നിട്ടുണ്ട്. हम दोनों को, हमें और मुझे और आपको व्यक्तित्व दिया है അപ്പൊ നമ്മൾ ആ വ്യക്തിത്വത്തിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. हम उस व्यक्तित्व में रहना है करके चाहते हैं। കാരണം മറ്റൊരു വ്യക്തിയെ അനുകരിക്കുന്നതല്ല നമ്മുടെ ജീവിതം. क्योंकि दूसरों को जो है करना वो हमारा जीवन नहीं है। ആമേൻ. ഇത്രയും ജനങ്ങളെ അവിടെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നുവെങ്കിലും इतने सारे लोगों को जो है गुलामी के रूप में लेकर आए, ഈ 4 പേരും അവരെ പോലെ തീരുമാനിച്ചില്ല. ये 4 उनके समान होने को नहीं देखे ഞങ്ങൾ അടിമത്തത്തിൽ കിടക്കുന്ന അങ്ങനെ കിടന്നോട്ടെ എന്ന് അവർ ചിന്തിച്ചില്ല. कि हम गुलामी में है तो ऐसे ही रहेंगे करके नहीं सोचा। ഈ അന്യ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് അവർ ചിന്തിച്ചില്ല. ये दूसरे राज्य में हम कुछ भी करें कुछ होगा नहीं करके नहीं सोचा। നമ്മളിവിടെ അടിമയായിട്ട് എന്ത് നല്ല ചെയ്തിട്ട് എന്താ പ്രയോജനമാണ് അവർ ചോദിച്ചില്ല. देखकर कोई अच्छा करके क्या फायदा करके नहीं सोचा। അവർക്ക് അവിടെ വരെ വ്യത്യസ്തമായി മാറണമെന്നൊരു ആഗ്രഹം വന്നു.
वहां पर भी अलग होना करके उनको इच्छा थी। അവരുടെ ദേശത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ അവർ അന്യദേശത്തിലും ആയിരിക്കുവാൻ അവർ ശ്രമിച്ചു. अपने देश में जैसे थे वैसे ही दूसरे देश में भी रहने की कोशिश। ആമേൻ. നമ്മളാണെങ്കിൽ അത് ചെയ്തേനെ. हम होते तो क्या करते? നമ്മൾ അവിടെയുള്ളവരെ പലരെയും കുറ്റം പറഞ്ഞേനെ. हम बाकी लोगों को जो है बुरा बोलते हैं, പ്രൈസ് ലോർഡ്. നമ്മുടെ ദേശത്തെ കുറിച്ച് കുറ്റം പറയും, हमारे देश के बारे में बुराई करते हैं, നമ്മുടെ ദേശത്തിന്റെ അധികാരികളെ കുറിച്ച് കുറ്റം പറയും. देश के अधिकारों के बारे में बुराई करते हैं, പ്രൈസ് ലോർഡ്. പിന്നെ നമ്മളെ കൊണ്ടുവന്ന രാജാവിന്റെ ആ ദേശത്തെ കുറിച്ചും രാജാവിനെ കുറിച്ചും നമ്മൾ കുറ്റം പറയും. वो जो राजा है इस देश के उसके बारे में बुराई बोलते हैं। എന്നാൽ ഇവർ അതൊന്നും അല്ല ചെയ്തത്. परंतु उन्होंने इस प्रकार के कार्य नहीं അവർ किए। ആരുടെയും കുറ്റം കണ്ടുപിടിക്കാനല്ല ശ്രമിച്ചത്. किसी की बुराई देकर नहीं गए, അവർ അവരെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. उन्होंने अपने आप को परमेश्वर के हाथ में दिया, അവർ അവരെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. अपने आप को ही परिवर्तन करने की कोशिश की। അവരുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ, उनके जीवन में आया हुआ कमी, അവരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ उनके जीवन में आया हुआ हार जो हुआ है, അവർ തന്നെ അത് ഏറ്റെടുത്തു. उन्होंने उसे अपनाया, അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടിയില്ല. दूसरों के सर में नहीं डाला। അവർക്ക് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. उन्होंने समझा कि हमने जो गलती किया उस कारण हो रहा അവർ है। മറ്റുള്ളവരെ മേൽ പഴി ചാരിയത്. दूसरे के ऊपर इल्जाम नहीं डाला, അവർ അവരെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ആഗ്രഹിച്ചു. अपने आप को जांचने लगे। ഏത് ദേശത്തിലായിരുന്നാലും जो भी देश में वे रहे, അവർക്ക് നടന്നു പോകുവാൻ ഒരു പാത ദൈവം കൊടുത്തിട്ടുണ്ട്. उनको चलने के लिए एक मार्ग परमेश्वर ने दिया है, അവർക്ക് ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. उनको करने के लिए कुछ कार्य उन्होंने दिया है, അവർ അത് മനസ്സിലാക്കി. उन्होंने वो समझा, അവർ അതിൻ പ്രകാരം നടക്കുവാൻ ആരംഭിച്ചു. उसके हिसाब से चलने शुरुआत की। അതെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അന്യദേശത്തിലായിരുന്നാലും दूसरे देश में होने के बावजूद അവർക്ക് ദൈവം കൊടുത്ത കൽപ്പനയെ അവർ പാലിച്ചു. परमेश्वर ने जो वाचा दिया उन्होंने वो बांधा। ദൈവം കൊടുത്ത ആജ്ഞ പ്രകാരം, കൽപ്പന പ്രകാരം നടക്കുവാൻ അവർ ശ്രമിച്ചു. उनकी जो आज्ञा है उसके हिसाब से चलने की कोशिश की। അവർ അവിടെ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നില്ല. वहां पे उन्होंने कुछ अलग किया है करके അല്ലെങ്കിൽ बताया है। ദാനിയേലിന്റെ ജീവിതം നോക്കിയേ. दानियल का जीवन देखिए, ആമേൻ. നമ്മൾ പഠിക്കുന്ന രാജാവ് രേഖ എഴുതി ഒരു നിയമം കൊണ്ടുവന്നു എന്ന് ദാനിയേലിന് മനസ്സിലായപ്പോൾ जब दानियल को पता चला कि राजा ऐसा एक नियम लेकर आए हैं, ദാനിയേൽ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ചെയ്തെന്ന് എഴുതിയിട്ടില്ല. दानियल ने खास करके वहां कुछ किया करके അവൻ नहीं लिखा है। പതിവ് പോലെ ചെയ്തു വരുന്നത് തന്നെ ചെയ്തു. वो जो साधारण रूप में करते वही किए। നമ്മളാണെങ്കിൽ പ്രത്യേക ഉപവാസ പ്രാർത്ഥന എല്ലാം പ്രഖ്യാപിച്ചേ. हम होते तो कुछ अलग उपवास प्रार्थना रखते, അതിലേക്ക് വേണ്ടി പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ തയ്യാറാക്കിയാണ്. उसमें कुछ अलग सा कुछ कार्य करते। കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകതകൾ ഉണ്ടാക്കുന്നത്. तो हमारे जीवन में जब परेशानी आती है तब हम कुछ कार्य करते हैं, ആ സമയം വരെ നമ്മൾ മൗനമായിരിക്കും. तब तक शांत रहते हैं। പ്രശ്നം വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടും. परेशानी आने से प्रार्थना का सामर्थ्य बढ़ता है, പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ ഓട്ടം ആരംഭിക്കും. परेशानी आने से भागना शुरुआत करते അപ്പോഴാണ് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളെല്ലാം നമ്മൾ പൊടി തട്ടിയെടുക്കുന്നത്. हैं। तब जो है उपवास प्रार्थना सारा हम निकालते हैं, അതുവരെയും നമുക്കത് ചെയ്യുവാൻ സമയം കാണത്തില്ല. तब तक हमारे पास समय नहीं होता। എന്നാൽ ദാനിയേൽ അതല്ല ചെയ്തത്. पर दानियल ने ऐसे नहीं किया, അവൻ പതിവ് പോലെ ചെയ്യുന്നത് തന്നെ ചെയ്തു. वे साधारण रूप में करते वही किए। ആരെന്തൊക്കെ ചെയ്താലും, चाहे जो भी कोई भी कुछ भी करे, ചുറ്റുപാടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും उसके आजू बाजू जो भी परेशानी हो, അവൻ ശീലിച്ചു വന്ന പതിവ് കാര്യങ്ങളെ മാറ്റുവാൻ അവൻ ശ്രമിച്ചില്ല. उनको जो आदत थी वो चीजें उन्होंने नहीं बदला। നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യം, हमारे जीवन में भी लागू करने वाला सबसे बड़ा चीज, ആമേൻ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പന അതുപോലെ പാലിക്കുക എന്നുള്ളത്. परमेश्वर ने जो आगे हमें दिया है उसी को पालन करना। ദേശത്തിൽ ആരൊക്കെ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും देश में कोई भी जो भी नियम लेकर आए, ദൈവം നമുക്ക് തന്നിട്ടുള്ള നിയമപ്രകാരം നമ്മൾ നടക്കുവാൻ ആരംഭിക്കുമ്പോൾ परमेश्वर ने जो नियम दिया उसके हिसाब से हम चलना शुरुआत करें, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരും. परमेश्वर हमारे लिए दरवाजे खोलेंगे। അങ്ങനെ പോകുക എന്നുള്ളത് ഏറ്റവും സരളമായ സുഗമമായ ഒരു വിഷയമല്ല. वैसा जाना कोई अच्छा जो है आरामदायक रूप में नहीं होगा। ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. कुछ परेशानी जीवन में आ सकती നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രതികൂലങ്ങൾ നമുക്ക് വിരോധമായി വരും. है, हम ऐसे करने से कुछ रुकावट जीवन में आ सकती है, എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ परंतु वो सब ध्यान दिए बिना परमेश्वर के वचन में देखेंगे तो ഏതെല്ലാം പ്രശ്നങ്ങൾ ആരെല്ലാം കൊണ്ടുവന്നാലും जो भी परेशानी कोई भी लेकर आए तो അവ എല്ലാത്തിൽ നിന്നും വിടുവിപ്പാൻ ദൈവം ശക്തനാ. उन सबसे छुटकारा देने वाले परमेश्वर ആമേൻ, ദൈവം ശക്തനാ. परमेश्वर कर सकते हैं। നമ്മൾ വിശ്വസിക്കാമെങ്കിൽ, हम अगर विश्वास करते हैं, നമ്മൾ വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ विश्वास योग्य बनकर रहते हैं, ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. परमेश्वर हमारे लिए करेंगे। അപ്പോൾ ശദ്രക മേശക്ക് അബേദ്നെഗോവിന് शद्रक मेशक अबेदनगो को ഇപ്പോൾ ചില കാര്യാദികൾ ചെയ്യുവാൻ വേണ്ടി अभी कुछ कार्य करने के लिए ആ രാജാവ് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. राजा ने कुछ स्थान दिए। ഈ സ്ഥാനം ആ ദേശത്തിലെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ये स्थान जो है वो देश के कुछ लोगों को नहीं आया। പലപ്പോഴും അതാ സംഭവിക്കുന്നത്. तो कभी कभार ऐसा होता है। കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. पिछले दिन मैंने एक पासवान से बात किया, അപ്പൊ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യം,
तो पासवान मुझे कह रहे थे ഞാൻ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു. उनके जो है आजू बाजू के बारे में बता रहा था। ഞാൻ ആ സഭയുമായിട്ട് ഏറ്റവും വലിയ ബന്ധം ഉള്ളതുകൊണ്ട് ആ ദൈവദാസനോട് അവിടുത്തെ വിശ്വാസികളെ ഈ ചുറ്റുപാടുകളെ കുറിച്ച് ചോദിച്ചു. तो सभा को जानता हूँ, इसलिए मैं उसके आजू बाजू चीजों के बारे में पूछ रहा था। അപ്പൊ ഞാൻ ഒരു കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചു. तो मैं एक परिवार के बारे में देखा। ആ കുടുംബം ഈ പാസ്റ്റർ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാ. वो जो परिवार है वो पासवान का संबंध देखा जाए तो वो हिंदू है। ആ ഹിന്ദു കുടുംബമായാലും അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടുത്തെ സൺഡേ സ്കൂളിൽ വരുമായിരുന്നു. वो हिंदू परिवार है तो भी वो जो बच्चे हैं वे यहाँ पे संडे स्कूल में आते ആ थे। കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും വാങ്ങി കഴിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലെല്ലാം ഉണ്ടായിരുന്നു. तो जब भी घर पर आते हैं कुछ खाते हैं या फिर देते हैं, ऐसा होता रहता है। ഈ ദൈവദാസൻ വേറൊരു സ്ഥലത്ത് നിന്നും ഇവിടെ താമസിന് വന്നത്. तो ये जो पासवान है वो दूसरे जगह से इस स्थान में आए थे। അദ്ദേഹം അവിടെ വളരെ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്തു. बहुत मुश्किल बहुत ही कष्ट उठाकर उन्होंने ये कार्य किया है। ആദ്യ കാലങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. शुरुआत में उनको भूखा रहना पड़ा है, ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. बहुत परेशानी झेली है। അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ. उनको एक ही बेटा है, എന്നാൽ ആ മകനെ പഠിപ്പിച്ച് അദ്ദേഹം ബൈബിൾ കോളേജിൽ അയച്ചു ഒരു പാസ്റ്ററാക്കി മാറ്റി. तो उनको पढ़ाकर बाइबल कॉलेज में भेजकर एक पासवान के रूप में बदला। ആ അവസാന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പാസ്റ്റർ മരണപ്പെട്ടു. तो जो आखिर दिनों में जब पढ़ रहे थे तब वो पासवान गुजर गए। അപ്പോ ആ മകനെ അവിടെ കൊണ്ടുവന്ന് ആ പാസ്റ്ററാക്കി അവിടുത്തെ വിശ്വാസികൾ സ്ഥാപിച്ചു. तो उन बेटे को पासवान बनाकर वहां पर विश्वासियों को स्थापित ആ किया। ദൈവദാസൻ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. तो उपवास प्राप्त और ऐसे कार्य भी पासवान करते रहे। ദൈവം അദ്ദേഹത്തെ മാനിച്ചു. परमेश्वर उनको आदर ആ दिया। പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് അവിടെ ചെറിയൊരു ഭൂമി മേടിച്ച് ഒരു വീട് വെക്കാൻ ദൈവം കൃപ ചെയ്തു. तो पासवान गुजरने से पहले वहां पर कुछ जगह लेकर वहां पर घर बनाने का मौका मिला। അപ്പോൾ ആ ഭവനത്തിലാണ് അവർ താമസിക്കുന്നത്. तो उस घर में वे रहते हैं അതിന്റെ തൊട്ടടുത്താണ് ചർച്ച്. और उसी के बगल में चर्च है। അങ്ങനെ അദ്ദേഹം അവിടെ താമസിച്ച് वैसे वहां पर रहने के समय അതിന്റെ മുകളിൽ ഒരു ചെറിയ റൂം കൂടെ അദ്ദേഹം ഇറങ്ങി. उसके ऊपर एक छोटा सा कमरा बनाया गया था। ഇത് കണ്ടപ്പോ അടുത്ത താമസിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. तो ये देखकर उनके बगल में रहने वाले लोगों को नहीं पसंद आया ഈ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലിരുന്നവരാ. कि ये परिवार के साथ बहुत ही ज्यादा करीब थे। അവിടുത്തെ മനുഷ്യന് ഭയങ്കര എന്താ കോപമുണ്ടായി. वो जो लोग थे उनको बहुत ज्यादा जो है क्रोध हुआ। അദ്ദേഹം ഇവരെ കുറിച്ച് ദുഷിക്കാൻ തുടങ്ങി. तो वे इनके विरुद्ध जो बात करने लगे। അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പുറത്തു നിന്ന് വന്നവർ ഇവിടെ അധികാരികളാകുന്നു, ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല. कि वे ऐसे कह रहे थे कि बाहर से आए लोग यहाँ पर अधिकार ले रहे हैं और हमें कोई स्थान नहीं मिल रहा है। ഞങ്ങൾക്ക് ഇവിടെ ഒരു ആദരവ് ലഭിക്കുന്നില്ല, ഞങ്ങളെ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ പുറത്തുനിന്ന് വന്ന വരുത്തന്മാരെന്നാ പറയുന്നത്, വന്നവനാണ് ഇപ്പോ അവിടെ സ്ഥാനമാനങ്ങളുണ്ട്. तो वे कह रहे थे कि ये बाहर से हमको आदर और स्थान मिल रहा है परंतु हमें कुछ नहीं मिल रहा है। എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, और उन्होंने ऐसे कहा ഒരു കാട്ടിൽ 2 സിംഹം മതി, രണ്ടുപേര് വേണ്ട, ഒരെണ്ണം മതിയെന്ന്. तो उन्होंने ऐसे कहा कि एक जंगल में बस एक ही सिंह काफी है, 2 नहीं चाहिए। എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വന്ന ആൾ ഇപ്പൊ സിംഹമായി മാറിയിരിക്കുക. मतलब उनको समझ में आ गया लोगों को कि जो आए हैं वो सिंह समान बन गए। ഞാൻ പറഞ്ഞു, നീ സിംഹം വന്ന് അവർക്ക് മനസ്സിലായെങ്കിൽ അവരോട് അവിടെ നിന്ന് വിട്ടുപോകാൻ പറഞ്ഞാൽ മതി. मैंने कहा कि अगर उनको समझ में आ गया है कि वो सिंह है, आप सिंह हो करके, तो उनको जाने के लिए बोलिए। ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിനെ അവിടെ നാട്ടുകാര് ആദരിക്കുകയും മാനിക്കുകയും ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. तो जैसा मैं जो बता रहा था कि जब लोग उनको आदर देने लगे तो ये व्यक्ति को पसंद नहीं आया। ഞാൻ ചോദിച്ച മനുഷ്യന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? तो मैंने पूछा कि उनके बच्चे कैसे हैं। അപ്പൊ പറയും അവർ വിവാഹം കഴിഞ്ഞ് അവരെല്ലാം മാറി താമസിക്കുക, कि उनका विवाह हो गया और वो दूर रह रहे हैं, അവരെല്ലാം ഞങ്ങളോട് വലിയ കാര്യം. वो हमसे बहुत अच्छे से बात कर रहे പക്ഷെ ഈ മനുഷ്യൻ ഇവരോട് ഭയങ്കര ദേഷ്യം. हैं, परंतु ये व्यक्ति बहुत क्रोध में था। കാരണം ദൈവം ഇവരെ മാനിച്ചപ്പോൾ, क्योंकि परमेश्वर जब इनको उठाए, ദൈവം ഇവരെ ആദരിച്ചപ്പോൾ जब इनको आदर दिए, ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. उस व्यक्ति को अच्छा नहीं लगा। ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. ये है शैतान का कार्य। നോക്കി, ഇദ്ദേഹം വേറെ ദേശത്ത് നിന്ന് അവിടെ വന്ന് സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ടത്. तो दूसरे देश से जब यहाँ पर आके सुसमाचार सुनाने से बहुत कष्ट उठाया। ആ പ്രവർത്തനം കണ്ട് ദൈവം മാനിച്ചു, അവിടെ നല്ലൊരു സഭ നൽകി, वो कार्य को देखकर परमेश्वर ने आदर दिया और अच्छा सभा दिए, അവിടെ ഒരു ഭവനം നൽകി. एक घर दिए। ഇത് കണ്ടപ്പോഴാണ് ശത്രുവിന് ഇഷ്ടപ്പെടാത്തത്. ये देखकर शत्रु को पसंद नहीं आया। അതാ ഞാൻ പറഞ്ഞു വന്നത്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് സ്ഥാനമാനങ്ങൾ നൽകിയപ്പോൾ, मैं जो बोल रहा था कि शद्रक मेशक अबेदनगो को जो स्थान मिला, ആമേൻ, ഇത് അവിടുത്തെ താമസിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. वहां पर रहने वाले लोगों को ये पसंद नहीं आया, അല്ലെങ്കിൽ ആ ദേശവാസികളിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. यानी कि वो देशवासियों को पसंद नहीं आया ഞങ്ങളൊക്കെ രാജാവ് ഇവരെ ആദരിക്കുന്നുണ്ട്, कि हमसे भी ज्यादा राजा इनको जो आदर दे रहे हैं, ഞങ്ങളുടെ വാക്കിനെക്കാൾ രാജാവ് ഇവരുടെ വാക്കിനെ വാക്കിനെ മാനിക്കുന്നുണ്ട്.
हम जो बोलते हैं उससे ज्यादा इनकी बोली पर वो आदर देते हैं। ഇത് കണ്ടപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. तो ये देखकर उनको पसंद नहीं आया। അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും തകർക്കുകയെന്ന് ശത്രു പ്ലാൻ ഇട്ടു. तो कैसे भी करके इनको नाश करने करके शत्रु ने योजना की। രാജാവിന് ഒരു വിഷയമല്ല, राजा को ये कारण कुछ नहीं है, ശദ്രക മേശക്കിന് ഒരു വിഷയമല്ല, सदर में को कुछ इससे फर्क नहीं അവിടെയുള്ള पड़ता। ചിലർക്ക് മാത്രമാണ് ഇത് പിടിക്കാത്തത്. बाकी सिर्फ कुछ लोगों को पसंद नहीं അത് आता। പ്രിയമുള്ളവരെ, ദൈവം ഒരു വ്യക്തിയെ ആദരിക്കാൻ ശ്രമിക്കുമ്പോൾ तो जब परमेश्वर किसी को आदर देने की कोशिश करता है, ചിലർക്കെല്ലാം അതൊരു അസൂയയായി മാറാം. किसी को वो जलन के रूप में होता ആ है അവരുടെ അസൂയ അവരാൽ തന്നെ നശിച്ചു പോകും. कि उनका जलन उनके ही जरिए वो नाश होगा। ആമേ, നാം വിശ്വസ്തയോടെ നിന്നാ മതി. हमें से विश्वास योग्य बनना കാരണം है। ദൈവവചനം പറയുന്നു, कि परमेश्वर का वचन कहता है നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. कि तुम्हारे विरुद्ध आने में कुछ भी नहीं सफल हो गया। നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, हम जब परमेश्वर के करीब होते हैं, നാം ദൈവവചനവുമായി നിൽക്കുമ്പോൾ परमेश्वर वचन के करीब होते हैं, ദൈവം നമ്മെ ആദരിക്കും, परमेश्वर हमें आदर देता ദൈവം നമ്മെ മഹത്വപ്പെടുത്തും. है, हमें जो महिमा मिलता है। കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നത്, भजन संगीत ऐसा कहता है, നമുക്കറിയാം 91 സങ്കീർത്തനം വായിക്കുമ്പോൾ हम देखते हैं कि एक 91 അതിന്റെ 14 വാക്യം उसका 14 നമുക്കെല്ലാം സുപരിചിതമായ വചനമാണ്. हम सब जानते हैं इस वचन को। അവിടെ ദൈവവചനം ഇങ്ങനെ പറയുന്നു, परमेश्वर का वचन ऐसा कहता അവൻ है എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, कि वो मुझसे जब जुड़े हुए हैं तब मैं उनको छुटकारा दूंगा, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ उयർത്തും. कि वो मेरे नाम को जानेंगे और मैं उन्हें ऊंचा അപ്പൊ करूंगा। ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിടുവിക്കും. तो परमेश्वर से जुड़े हुए होते हैं उन्हें ही वो छुटकारा देते हैं। അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, उनके जीवन में कोई भी परेशानी आए, നമുക്കറിയാം ശദ്രക മേശക്ക് അബേദ്നെഗോവിനെ നശിപ്പിക്കുവാൻ വേണ്ടി അവിടെ ചില ആൾക്കാർ എഴുന്നേറ്റു. हम जानते हैं शद्रक मेशक अबेदनगो को नाश करने के लिए कुछ लोग खड़े हो गए, എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? परंतु वहां पर क्या हुआ? അത് അവർക്ക് തന്നെ നാശമായി തീർന്നു. वो उनके लिए एक नाश रूप में बदला। കാരണം ദൈവവചനം പറയുന്നു, कि परमेश्वर का वचन कहता है കുഴി കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴും. जो खड्डा खोदता है वो उसी पर गिरता है। മറ്റുള്ളവർക്ക് വേണ്ടി കുഴി കുഴിച്ചാൽ, दूसरों के लिए जब खड्डा खोदता है, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ दूसरों को नाश करने की कोशिश ആ करता है, വ്യക്തിക്ക് തന്നെ അത് നാശമായി തീരുവെന്ന്. वो उस व्यक्ति को ही नाश के रूप में होता है। നാം ഒരിക്കലും മറ്റുള്ളവർക്ക് വിരോധമായി നിൽക്കരുത്. हमें कभी भी दूसरों के विरोध नहीं खड़े रहना है। മറ്റുള്ളവരെ അനുഗ്രഹം കണ്ട് അസൂയപ്പെടരുത്. दूसरे का अनुग्रह देखकर जलन महसूस नहीं होना है। മറ്റുള്ളവരെ നന്മ കണ്ട് അസൂയപ്പെടരുത്. दूसरे का अच्छाई देखकर जलन नहीं होना है। അവരുടെ നന്മ കണ്ട് അവരെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചു നോക്കിയേ, उनका अच्छाई देखकर उनको अनुग्रह करने की कोशिश करके देखिए, ദൈവം നമ്മെ ആദരിക്കും. परमेश्वर हमें आदर देंगे। ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, मैंने महसूस किया है, മറ്റുള്ളവരുടെ നന്മ കണ്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. दूसरों का जो अच्छाई देखकर मैं खुश हुआ हूँ, അവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്തിട്ടുണ്ട്. मैंने उससे धन्यवाद बोला। എനിക്ക് ലഭിക്കാത്തതൊന്ന് മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ जब मुझे कुछ नहीं मिलता और दूसरे व्यक्ति को मिलता है, ഞാൻ കർത്താവിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. तो मैं परमेश्वर को महिमा दिया കർത്താവ് എനിക്ക് ലഭിച്ചില്ലെങ്കിൽ അവർക്കത് ലഭിച്ചല്ലോ. कि परमेश्वर मुझे नहीं मिला तो भी उनको मिला है। എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ അവർ പ്രോത്സാഹിപ്പിക്കും. मैं जब देखता हूँ मुझसे अच्छे से कोई गीत गाता है तो मैं उनको प्रोत्साहित करता हूँ। ആമ എന്നെക്കാളും നല്ല കൃപാവരം നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ സന്തോഷിക്കും. मुझसे ज्यादा अच्छे से कृपा देने वाले लोग होते हैं तो मैं खुश होता हूँ। എന്നെക്കാളും നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാറുണ്ട്. तो मुझसे बढ़कर अच्छे से चलने वाले लोग हैं तो मैं उसमें धन्यवाद करता हूँ। ആമ എനിക്ക് ലഭിക്കാത്ത നല്ല ഭവനം വേഗത്തിൽ ലഭിച്ചാൽ ഞാൻ അസൂയപ്പെടാറുണ്ട്. तो मुझसे अच्छे किसी को घर मिलता है तो मुझे जलन नहीं होती। ഞാൻ സ്തോത്രം ചെയ്തിട്ടുണ്ട്. मैंने धन्यवाद किया है കാരണം ദൈവം അവരെ മാനിച്ചല്ലോ. क्योंकि परमेश्वर उनको आदर दिया, അവരുടെ അധ്വാനത്തിന്റെ ഫലം ദൈവം അവർക്ക് കൊടുത്തല്ലോ. उनका मेहनत का फल उनको मिला है। ആമേൻ, അങ്ങനെ ഞാൻ സ്തോത്രം ചെയ്തിട്ടുണ്ട്. वैसे मैं धन्यवाद दिया, അങ്ങനെ സ്തോത്രം ചെയ്ത പല അനുഗ്രഹങ്ങളെ എനിക്ക് ദൈവം പകർന്നു തന്നിട്ടുണ്ട്. ऐसे धन्यवाद दिया और कई सारे अनुग्रह परमेश्वर ने मुझे दिए हैं। കാരണം ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ മതി. क्योंकि परमेश्वर के सन्निधि में विश्वासियों को बने ദൈവം रहना है। നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. परमेश्वर हमको अनुग्रह दे सकता ആമേൻ. അവർക്ക് സ്ഥാനമാനങ്ങൾ ദൈവം കൽപ്പിച്ചു കൊടുത്തെങ്കിൽ है। उनको जब स्थान परमेश्वर ने दिए, ആ സ്ഥാനത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ മതി. उस स्थान को याद करके परमेश्वर को महिमा दीजिए। ഈ ശദ്രക മേശക്ക് അബേദ്നെഗോവിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോൾ, शद्रक मेशक अबेदनगो को जब स्थान मिला, അല്ലെങ്കിൽ അവരുടെ വാക്ക് രാജാവ് അധികം കേൾക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ कि उनका बातों को जो राजा सुनता है कि समझ आया था, അവർക്കെതിരായിട്ട് ചില വ്യക്തികൾ എഴുന്നേറ്റു. उनके विरुद्ध कुछ लोग खड़े हो गए। എന്താ സംഭവിച്ചത്? क्या हुआ? ആമേൻ. അവരെ തകർക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി. उनको नाश करने के लिए उन्होंने योजना बनाया। ഇവിടെ ഇതാ ഒരു വലിയൊരു ബിംബം ഉണ്ടാക്കി ആരാധന തുടങ്ങിയിരിക്കുക. हम यहाँ पर देखिए एक बड़ा चीज होता है, വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി അവർ ആരാധിക്കുവാൻ ആരംഭിച്ചു. एक बड़ा एक मूर्त बना के वे लोग उसकी आराधना करते हैं। എന്തിനാ ആ വിഗ്രഹം ഉണ്ടാക്കിയത്? क्यों मूर्त बनाया है? ഈ നിയമം എന്തിനാ കൊണ്ടുവന്നത്? क्यों ये नियम लेकर आए हैं? ശദ്രക മേശക്ക് അബേദ്നെഗോവിന് വിരോധമായിട്ടാണ്. शद्रक मेशक अबेदनगो का विरोध होगा ബാക്കി ആർക്കും വിരോധമായിട്ടല്ല. और किसी के विरोध नहीं। പുതിയ നിയമം കൊണ്ടുവന്നത് नया नियम लेकर आए थे ദൈവമക്കൾക്ക് വിരോധമായിട്ടാണ്. लोगों के विरुद्ध, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വിരോധമായിട്ടാണ്. परमेश्वर आराधना करते हैं उनके विरुद्ध, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് വിരോധമായിട്ടാണ്.
परमेश्वर का आराधना करते हैं उनके विरुद्ध, ആമേൻ. അവർക്ക് വിരോധമായിട്ടാണ് ഇത് പുതിയ നിയമം കൊണ്ടുവന്നത്. तो उनके विरुद्ध है जो ये नया नियम लेकर आए थे। എന്നാൽ എന്താ സംഭവിച്ചത്? परंतु क्या हुआ, ആ നിയമം കൊണ്ടുവന്നവർക്ക് തന്നെ അതൊരു വലിയ ഭാരമായി തീർന്നു. वो जो नियम लेकर आए थे उनके लिए एक बड़ा बोझ बन गया। ആരാണോ നിയമം എഴുതിയത് जिन्होंने ये नियम लिखा है, ആ വ്യക്തിക്ക് തന്നെ അതൊരു മരണഹാനിയായി മാറാനിടയായി തീർന്നു. उनको व्यक्ति के लिए एक मरणहार रूप में बदल गया। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, अगर ऐसा है तो मेरे सुनने वाले प्रिय लोग, ദൈവമക്കൾക്ക് വിരോധമായി ഏതൊക്കെ നിയമങ്ങൾ എഴുതി ചേർത്താലും, परमेश्वर के बच्चों के विरुद्ध जो भी नियम लिखा जाए, ദൈവമക്കൾക്ക് വിരോധമായി ആരെല്ലാം എഴുന്നേറ്റാലും परमेश्वर के बच्चों के विरुद्ध जो भी खड़े हो जाए, അതേ നിയമത്തിൽ അവരെ കുരുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. उसी नियम में उन्हें फंसाने के परमेश्वर कर सकते അവർ എഴുതുന്ന നിയമത്തിൽ അവരെ തളച്ചിടുവാൻ എന്റെ ദൈവത്തിന് കഴിയും. हैं। उनका लिखा हुआ नियम में उन्हीं को बांधना परमेश्वर जानते हैं। ദൈവമക്കൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. खास करके कुछ परमेश्वर के लोगों को नहीं करना है। ദൈവമക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പതിവ് പോലെ ചെയ്തു വന്നാൽ മതി. परमेश्वर के लोगों को वैसी उपवास प्रार्थना जैसे करते वैसे ही करते ആ रहना है। പ്രത്യേക ഉപവാസ പ്രാർത്ഥനയൊന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ये कोई खास उपवास प्रार्थना रखने की कुछ आवश्यकता नहीं है। നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒരു പതിവ് പോലെ പഴയതുപോലെ ഒന്ന് ആരംഭിച്ചാൽ മതി. जैसा पहले किया जाता था उपवास प्रार्थना वैसे में शुरुआत करना है। ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആ വിശ്വാസവും പ്രാർത്ഥനയും ആരാധനയും ഒന്ന് കൊണ്ടുവന്നാൽ മതി. शुरुआत के दिनों में जो उपवास और प्रार्थना आराधना था उसे लेकर आना है। ആദ്യ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ ഒന്ന് മാറിയാൽ മതി. शुरुआत में जैसे थे वैसे ही बदलना है। फिर ആമേൻ. ആദ്യ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു, शुरुआत में हम कैसे थे, ഇന്ന് എങ്ങനെയായിരിക്കുന്നു अभी कैसे हैं, ഒന്ന് പരിശോധിച്ച് നോക്കിയേ. क्या हम जान सकते हैं। ആമേൻ. നമ്മൾ ആദ്യ വിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ മതി. वो जो पिछला विश्वास है फिर से आना है। ആദ്യം എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ അതുപോലെ ഒന്ന് ആരാധിച്ചാൽ മതി. शुरुआत में जैसे परमेश्वर को आराधना की वैसे करना है। ആദ്യം എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി. शुरुआत में जैसे प्रार्थना की वैसे करना है, അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. तब परमेश्वर का कार्य प्रकट होगा। ആമേൻ. ശദ്രക് മേശക് അബേദ്നെഗോ അവർ പതിവ് പോലെ പ്രാർത്ഥിച്ചു. शद्रक मेशक अबेदनगो जैसे प्रार्थना करते थे वैसे ही कर रहे हैं। രാജാവിന്റെ കൽപ്പന വന്നു. राजा का जो आज्ञा आया എന്റെ കൽപ്പന മാനിക്കാത്തവ എന്റെ ദേശത്ത് വാഴണ്ട. कि मेरा आज्ञा नहीं मानने वाले इस देश में ना रहे, ഞാൻ കൊണ്ടുവന്ന നിയമം പാലിക്കാത്തവൻ എന്റെ ദേശത്ത് വാഴണ്ട. कि मेरा आज्ञा नहीं मानने वाले मेरे देश में ना रहे। ഇന്ന് നമ്മുടെ ദേശത്ത് അങ്ങനെയാ നടക്കുന്നത്. हमारे देश में अभी ऐसा ആ चल रहा है। എന്റെ നിയമം പാലിക്കാത്തവൻ ഇവിടെ വേണ്ട. मेरा नियम नहीं मानने वाले इधर नहीं चाहिए। അത് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. वो निर्णय लेने वाले परमेश्वर ഇവിടെയുള്ള ഒരു മനുഷ്യനല്ല തീരുമാനിക്കേണ്ടത്, है। कोई परमेश्वर नहीं लेना അത് है, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. परमेश्वर को निर्णय लेना है। മനുഷ്യൻ കൊണ്ടുവന്ന നിയമം मनुष्य ने लेकर आया वो नियम, ആ നിയമത്തിൽ അവരെ തന്നെ കുടുക്കി. उन्हीं के नियम में उनको फंसाया। ഇവിടെ ഇത് പുതിയ നിയമം വന്നിരിക്കുക. अभी एक नया नियम आया है, ആ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തിൽ ആരാധിക്കാത്തവൻ തീയിൽ ഇട്ട് കൊന്നുകളയും. राजा ने बनाया जो मूर्त को नहीं उपासना करेंगे तो उन्हें आग में डाला जाएगा। ആ പ്രൈസല്ലോ രാജാവാണ് ഇപ്പോൾ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. राजा है जो ये आज्ञा दिए है। അതും ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയത്. मुझे शद्रक मेशक अबेदनगो के शत्रु ने बनाया हुआ। ദൈവമക്കൾക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരു ആലോചനയും നടക്കത്തില്ല. परमेश्वर के संतान के विरुद्ध शत्रु ने बनाया जो भी चीज नहीं चलता है അതെ, അത് തീയുടെ അടുക്കൽ വരെ എത്തിച്ചേരും. वो आग तक पहुंच सकता है, ചിലപ്പോ തീയുടെ അകത്തുനിന്ന് ഇട്ടെന്ന് വരാം. आग के अंदर डाला भी जा सकता है। എന്നാൽ ദൈവമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയും. परंतु परमेश्वर के संतान को कुछ भी हानि पहुंचाए बिना उनको बाहर लेकर आ सकते അതെ, നിന്നെ ആ നിയമം ചിലപ്പോൾ തീരെടുത്ത് ഇട്ടെന്ന് വരാം. हो सकता है नियम आपको आग में गिरा दे, അവിടെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. परंतु वहां पर आपको कुछ नहीं हो, കാരണം നിന്നോട് കൂടെ ഉള്ളത് ദൈവമാണ്. क्योंकि आपके साथ परमेश्वर है। ദൈവം കൂടെ ഉണ്ടെങ്കിൽ परमेश्वर के साथ है तो നിനക്കൊന്നും സംഭവിക്കത്തില്ല. आपको कुछ नहीं होगा। അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ऐसे है जो भजन संगीता कहते അവൻ हैं, എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവരെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. वो मुझसे जुड़े हैं तो मैं उनको छुटकारा दूंगा। अगर मेरे नाम का बताते हैं तो उनको जाना അപ്പൊ चाहिए। ദൈവത്തെ അറിഞ്ഞ് ദൈവവചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് तो जो परमेश्वर को जानकर उनके वचन के हिसाब से चलने वाले होते हैं तो തീയിൽ കൂടെ ചിലപ്പോ കടന്നു പോകേണ്ടി വരും. आग में कभी कभार चलना पड़ता है, ചിലപ്പോ വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. पानी के ऊपर चलना पड़ता എന്നാൽ है, ദൈവവചനം പറയുന്നു, परंतु परमेश्वर का वचन कहता തീയിൽ है കൂടെ നീ കടന്നു പോയാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. आग के जरिए जाएगा तो वो तुम्हें नहीं जलाएगा, വെള്ളത്തിൽ കൂടെ നടന്നാൽ അത് നിന്നെ മൂടിക്കളയത്തില്ല. पानी के ऊपर चलेगा तो वो आपको नहीं डुबाएगा, കാരണം നിന്റെ വലം കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. कि तुम्हारा दाहिना हाथ पकड़ा हुआ परमेश्वर നീ है। അല്ല പിടിച്ചത്, आपने नहीं पकड़ा है, നിന്നെ പിടിച്ച ഒരു ദൈവമുണ്ട്. आपको पकड़ा हुआ परमेश्वर है, ആ ദൈവം നടത്തുവാൻ ശക്തനാ. वो तुम्हें चला सकता है, അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാ. अंत तक चला सकता है। ഇവിടെ നോക്കിയേ, പുതിയ നിയമം വന്നു. यहाँ देखिए एक नया नियम आया है। എന്താ സംഭവിച്ചത്? क्या हुआ? ആ നിയമത്തിൽ കൊടുക്കുവാൻ ശദ്രക് മേശക്കിനെയും ദൈവം അനുവദിച്ചില്ല. वो नियम में फंसने के लिए शद्रक मेशक को परमेश्वर ने अनुमति അവർ दी। പറഞ്ഞൊരു കാര്യമുണ്ട്, उन्होंने ऐसे कहा, നിങ്ങൾ എന്നെ തീച്ചുളയിൽ നിങ്ങൾ ഞങ്ങളെ തീയിൽ ഇട്ടാലും കുഴപ്പമില്ല.
अगर अब आग में डाले तो भी चलेगा। ദൈവം അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കും. अगर परमेश्वर ये चाहते तो हम कर सकते हैं। നോക്കിയ ദൈവഹിതത്തിനായി അവരെ ഏൽപ്പിച്ചു കൊടുത്തു. उन्होंने परमेश्वर की इच्छा के लिए अपने आप को दे दिया കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കട്ടെ. कि परमेश्वर अगर आप आग्रह करते हैं ऐसा तो होने दो। അതിന് അവർക്കൊരു കംപ്ലൈന്റും ഇല്ല. उनके लिए उन्होंने कुछ शिकायत नहीं। നമ്മളാണെങ്കിൽ അവിടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ പ്രഖ്യാപിച്ച് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയാണ്. अगर हम होते तो उपवास प्रार्थना सब बोलकर बहुत बड़ा कार्य करते, ദൈവത്തോട് കുറെ വഴക്കുണ്ടാക്കിയാണ്. बहुत परमेश्वर से झगड़ते എന്താ ദൈവമേ എന്നെ ഇതിലേക്ക് കടത്തി വിടുന്നത്? कि क्यों परमेश्वर ऐसी जगह पर लेकर ഈ തീയിൽ കടത്തി വിടാതെ രക്ഷിക്കാൻ കഴിയത്തില്ലേ? कि आग में डाले बिना नहीं बचा सकते हैं। പലതും പറഞ്ഞേന്, बहुत कुछ बोलते हैं പക്ഷെ അവർ ഒന്നും പറഞ്ഞില്ല. परंतु उन्होंने नहीं कहा। അവർ ഒരു വാക്ക് പറഞ്ഞു. उन्होंने बस इतना कहा, രാജാവിന്റെ മുമ്പ് ഒരു വാക്ക് പറഞ്ഞു. राजा के सामने जितना कहा, രാജാവേ അങ്ങേക്ക് ഇഷ്ടം പോലെ ചെയ്തോ. कि राजा आप जो चाहते हैं वो कीजिए। ഞങ്ങള് അഗ്നിയിൽ ഇടാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇട്ടോ, अगर आप आग में डालना चाहते हैं तो डाल दीजिए, പക്ഷെ ഞങ്ങളുടെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. परंतु हमारा परमेश्वर छुटकारा दे सकता ഇല്ല, है। ദൈവം വിടുവിച്ചില്ല എങ്കിലും अगर वे नहीं भी छुटकारा देते हैं तो ഞങ്ങൾക്ക് കുഴപ്പമില്ല. हमें नहीं होता है कुछ। ദൈവം വിടുവിച്ചില്ല എങ്കിൽ ഒരു കാര്യം, परमेश्वर छुटकारा दे तो ठीक है, അഥവാ ദൈവം വിടുവിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷ എവിടെ തീർന്നു? अगर वो नहीं बचाते तो हमारा यहाँ पर कार्य हो चुका है। അതെ, ഞങ്ങളുടെ ശുശ്രൂഷ തീരാതെ ഇവിടെ നിന്ന് ദൈവം ഞങ്ങളെ വിളിക്കത്തില്ല. हमारा कार्य समाप्त हुए बिना परमेश्वर ऐसे में नहीं। എന്നെയും നിങ്ങളെ ദൈവം ഒരു ശുശ്രൂഷയിലാക്കിയിട്ടുണ്ടെങ്കിൽ अगर परमेश्वर ने आपको और मुझे एक कार्य के लिए रखा, ആമേൻ, ആ ശുശ്രൂഷ തീരാതെ, वो कार्य हुए बिना, ആ ശുശ്രൂഷയിൽ ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ, वहां से जो मिलने वाला अच्छाई मिलने तक ആമേൻ, ദൈവം നമ്മെ ഇവിടെ നിന്ന് മാറ്റത്തില്ല. परमेश्वर वहां से नहीं हटाएंगे हम। ഇവിടെ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം ദൈവം നമുക്ക് നൽകും. यहाँ पे जो मेहनत करते हैं उनका फल हमको देंगे। കാരണം പത്രോസിനോട് യേശു പറഞ്ഞത് അങ്ങനെയാ. कि पत्रोस से यीशु मसीह ने ऐसे कहा, പത്രോസ് ചോദിച്ച കർത്താവ് സകലതും വിട്ട് ഞങ്ങൾ ഇതാ പിൻപറ്റി, എന്താ ലഭിക്കുന്നത്? पत्रोस ने कहा कि यीशु हम सब कुछ छोड़कर आए, हमें क्या मिलेगा? യേശു പറഞ്ഞു ഇവിടെയും ലഭിക്കും അവിടെയും ലഭിക്കും. यीशु ने कहा यहाँ पर भी मिलेगा, वहां पर भी मिलेगा, ഇവിടെയും ലഭിക്കും അവിടെയും ലഭിക്കും. यहाँ पर भी मिलेगा और वहां पर भी मिलेगा। ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാ മതി. परमेश्वर के सन्निधि में विश्वास योग्य बनकर रहिए। നമ്മൾ പലപ്പോഴും പറയുന്നത് ഒന്നും ലഭിച്ചില്ല എന്ന്, हम कई बार कहते हैं कि हमें कुछ नहीं मिला, പക്ഷേ ലഭിച്ചതിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുക. परंतु जो मिला है उसके बारे में भूल जाते हैं। പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു परमेश्वर का जो वचन ऐसा कहता है, ശദ്രക് മേശക്ക് അബേദ്നെഗോ എടുത്ത തീരുമാനം ഉറച്ചതായിരുന്നു. शद्रक मेशक अबेदnego ने जो निर्णय लिया है वो दृढ़ था। ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും चाहे जो भी परेशानी आए, ദൈവവചനം വിട്ട് മാറുവാൻ അവർ ആഗ്രഹിച്ചില്ല. परमेश्वर का वचन छोड़कर हटने के लिए नहीं चाहते। ആരെല്ലാം അവർക്ക് വിരോധമായി വന്നാലും जो भी उनके विरुद्ध आए, നോക്കി അവരെ ആക്കി വെച്ച സ്ഥാനത്തിലുള്ള രാജാവ് തന്നെ അവർക്ക് വിരോധമായി നിൽക്കുക. उनको जो स्थान में रखा था वो आके जो राजा है उनके विरुद्ध हो गए थे। ഇവിടെ പറയാ രാജാവിന്റെ ഉഗ്ര കോപം അവരുടെ മേൽ വന്നെന്ന. कहा गया है कि राजा का जो क्रोध है उनके ऊपर आया। ആമേൻ, അവന്റെ രാജാവിന്റെ ക്രോധം വർദ്ധിച്ചു. राजा का जो क्रोध है वो दुगना हुआ। ആ ശദ്രക് മേശക്കിനെ ഞാൻ എന്റെ ദേശത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. शद्रक मेशक को मैंने अपने देश में जो स्थान दिया है, അവരെ ഞാൻ രാജസന്നിധിയിൽ നിർത്തിയിരിക്കുക. मैंने उनको इस सन्निधि में लेकर आया हूँ। ഞാൻ അവരെ മാനിച്ചു. इतना उनको आदर दिया, എന്നിട്ടും അവർ എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ फिर भी वो मेरी बात नहीं सुनना चाहते हैं ഇനി അവർ ജീവിച്ചിരിക്കണം. तो जिंदा नहीं रहना है। പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്. ऐसे ही सोचते कभी कभार। ആമേ, പലപ്പോഴും മനുഷ്യനും അങ്ങനെ ചിന്തിക്കുന്നത്. मनुष्य भी इस प्रकार सोचते हैं। മനുഷ്യന്റെ ചിന്ത അങ്ങനെയാ. मनुष्य का सोच ऐसा है, ഞാൻ മാനിച്ചിട്ടും എന്നെ മാനിച്ചില്ല എങ്കിൽ, मैंने आदर दिया फिर मुझे आदर नहीं मिल रहा है, ഇത്രയും നന്മ ചെയ്തിട്ടും എനിക്ക് നന്മ തിരിച്ചു ചെയ്തില്ല എങ്കിൽ, मैं अच्छाई करके मुझे अच्छाई वापस नहीं मिल എന്റെ रहा है, വാക്ക് കേൾക്കുന്നില്ല, मेरा बात नहीं सुन रहे हैं, എന്റെ വാക്കിനെക്കാളും ദൈവത്തിന്റെ വാക്കാണ് അവർക്ക് പ്രധാനമെങ്കിൽ मेरे बात से ज्यादा परमेश्वर का बात चाहिए तो അവർ ജീവിക്കണ്ട. वो जीने की आवश्यकता ഇതായിരുന്നു രാജാവിന്റെ തീരുമാനം. ये था राजा का निर्णय। എന്താ സംഭവിച്ചേ? क्या हुआ? രാജാവ് പോലും അത്ഭുതപ്പെടത്തക്ക വേണം राजा भी चौंक गया, ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടു. परमेश्वर का कार्य यहाँ प्रकट എന്താ हुआ। കാരണം? क्या कारण था? അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. परमेश्वर के सन्निधि में विश्वास योग्य थे। അവർ തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. उन्होंने अपने आप को परमेश्वर को दिया। ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. परमेश्वर की इच्छा के हिसाब से दिया। ദൈവം എന്താണ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് परमेश्वर जो करना चाहते हैं അവർ അതിലേക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. उसीलिए उन्होंने दे दिया। ഇന്ന് പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? क्या हम अपने आप को दे सकते हैं? എന്റെ ഹിതമല്ല ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഏൽപ്പിക്കാമോ? मेरा इच्छा नहीं, परमेश्वर का इच्छा हमारे जीवन में होकर के ദൈവം തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. परमेश्वर अपना इच्छा हमारे ऊपर। ചിലപ്പോൾ നമുക്കത് പ്രയാസമായി തോന്നാം. हो सकता है कभी कभार हमें मुश्किल हो, ആദ്യം നമുക്കത് വേദനയായി തോന്നാം. शुरुआत में दर्द हो, എന്നാൽ ആ വേദനയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ परंतु उस दर्द को अनुग्रह के रूप में बदलने के लिए ദൈവം വിശ്വസ്തനാണ്. परमेश्वर कर सकते हैं। അവർക്കറിയാം തീയിൽ കൂടെ പോകാനുള്ള നിസ്സാര കാര്യമല്ല. तो पता है कि आग से गुजरना कुछ छोटा काम नहीं है। അവരുടെ കൈകാലുകൾ ബന്ധിച്ച് തീയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. तो हाथ और पैर बांध कर जो है आग करीब लेकर आए। ഇതുവരെ എരിഞ്ഞുകൊണ്ടിരുന്ന തീ 7 മടങ്ങ് വർദ്ധിച്ചു. अब तक तो
जल रहा था आग, वो 7 गुना बढ़ गया। നോക്കിയേ, എല്ലാവർക്കും വേണ്ടി ഒരു മടങ്ങായപ്പോൾ सबके लिए वो एक ही था, तो ആമേൻ ദൈവ മക്കൾക്ക് വേണ്ടി അത് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. परमेश्वर के संतान के लिए वो 7 गुना बढ़ गया। ദൈവത്തെ ആരാധിക്കുന്ന പ്രിയമുള്ളവരെ, परमेश्वर को आराधना करने वाले प्रिय लोग, മറ്റുള്ളവർക്ക് വന്ന പരീക്ഷയല്ല നിനക്ക് വരുന്നത്. दूसरों को आई हुई परीक्षा आपको नहीं आएगी। ശത്രു നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി ആ മറ്റുള്ളവരുടെ പോലെ അല്ല. शत्रु ने जो आपके लिए रखा हुआ कार्य वो दूसरे के समान नहीं है। നോക്കി, ഇത് ആരാധിക്കാത്തവരെ തീയിലിട്ട് കളയുമെന്ന നിയമം, कि जो आराधना नहीं करते हैं उनको आग में डाला करके नियम जो है, എന്നാൽ ഇവിടെ അതാ ദൈവ മക്കൾക്ക് വേണ്ടി 7 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. परंतु यहाँ पर परमेश्वर के संतान के लिए 7 गुना वो बढ़ गया। എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ശത്രു അത് 7 അല്ല 70 മടങ്ങ് വർദ്ധിപ്പിച്ചാലും आपके लिए और मेरे लिए शत्रु जो है उसे सिर्फ 7 नहीं या उससे ज्यादा रखेगा तो भी ആമേൻ അതേ തീയിൽ അവരെ ദഹിപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. उसी आग में उन्हें लाने के परमेश्वर शक्तिशाली। നോക്കിയേ, അവർ തീയുടെ ചൂട് വർദ്ധിപ്പിച്ചു. तो हम देखते हैं कि गर्माहट जो है वो आग का उन्होंने बढ़ा दिया, 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചു. 7 गुना बढ़ा दिया। ഇവരെ എടുത്ത് തീയിലിട്ടു. इन्हें उठाकर आग में डाल दिया। ആമേ തീയിലിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചത് ഇതോടെ എല്ലാം തീർന്നു. आग में डालने के बाद इन्होंने सोचा कि यहाँ सब कुछ समाप्त। ആമേൻ ഇവർ അഗ്നിയിൽ കുരുത്തവർ. ये जो है उनको आग में, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഇവർ പരിശുദ്ധ ആത്മാവിൽ ജനിച്ചവരെ, ये पवित्र आत्मा में जो जन्म हुए हैं, ആമേൻ അവരെ ഈ ലോകത്തിന്റെ തീ കെടുത്തുവാൻ കഴിയത്തില്ല. इस दुनिया का आग उन्हें नहीं नाश कर ഈ सकता। ലോകത്തിന്റെ തീ അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. दुनिया का आग उनको कुछ नहीं कर सकता। ആമേൻ ദൈവാത്മാവിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ परमेश्वर की आत्मा में रहने वाले परमेश्वर के ഈ संतान, ലോകത്തിന്റെ ഒരു ശക്തിക്കും ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. इस संसार कोई भी शक्ति उनको नहीं हरा सकता। അവരെ തീയിലേക്ക് ഇട്ടപ്പോൾ उन्हें आग में डालने के അവരുടെ समय കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി. उनका जो बंधा हुआ था सब कुछ पूरा- निकल गया। പുറത്തു നിന്നപ്പോൾ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. बाहर जब थे उनको बांधा हुआ था, തീയിൽ വീണപ്പോൾ അവരുടെ ബന്ധനം അഴിഞ്ഞു. आग में गिरने की वजह से वो हट गया। അപ്പൊ ചില തീയുടെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, तो कुछ आग का जो परीक्षा अगर हमारे जीवन में आती है तो ചില ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയുവാൻ വേണ്ടിയാണ്. शत्रु ने जो बांधा हुआ बंधन हटने के लिए, ശത്രു നമ്മളെ വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്ന ചില കെട്ടുകളുണ്ട്, അത് പൊട്ടണമെങ്കിൽ തീയിലേക്ക് നമ്മൾ വീഴണം. शत्रु ने जो बांधा हुआ बंधन को अगर तोड़ना है तो हमें आग में गिरना है। അപ്പൊ ഈ തീ അവരെ ദഹിപ്പിക്കാനുള്ളതല്ല, तो ये आग उनको भस्म करने के लिए नहीं है, അവരെ കെട്ടി വെച്ചിരിക്കുന്ന കെട്ടുകൾ അടിക്കാനുള്ളതാണ്. उनको बांधा हुआ बंधन को तोड़ने के लिए है। ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. तो आज सुबह में एक बात कहना चाहूंगा, ജീവിതത്തിൽ കടന്നു വന്ന ചില പരിശോധനകൾ, जीवन में आने वाले कुछ परेशानियां, ആമേ ശോധനകൾ, जो परीक्षाएं, ചില വേദനകൾ, जो दर्द, അത് നശിപ്പിക്കുവാനുള്ളതല്ല. वो नाश करने के नहीं है। പിന്നെ ശത്രു കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളുണ്ട്, शत्रु ने बांधा हुआ कुछ बंधन है। നശിപ്പിക്കുമെന്ന് പദ്ധതിയിട്ട് പോരടിക്കുന്ന ചില പദ്ധതികൾ, नाश करेगा ये कहा हुआ जो योजनाएं, ഇനി മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികൾ, और जो आगे नहीं छोड़े करके बोलने वाले शक्ति, ആമേൻ അതിനെയെല്ലാം തകർക്കുവാനാ ഈ ശോധന വന്നിരിക്കുന്നത്. उन सबको जो है नाश करने के लिए परीक्षा आई है। അത് ഈ പരീക്ഷ വന്നത് തകർക്കുവാനല്ല, ये परीक्षा नाश करने के लिए नहीं आई है, നിങ്ങളെ നശിപ്പിക്കാനല്ല. आपको नाश करने के लिए नहीं आई है। ശത്രുവിന്റെ പദ്ധതി അതായിരുന്നു. शत्रु का जो योजना वो था, പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന് परंतु परमेश्वर को आराधना करने वाले അത് അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. अनुग्रहकारी है। അതിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, वहां से बाहर आने के ഈ समय, വേദനയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, दर्द से बाहर आने के ഈ समय, രോഗത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ये रोग से बाहर आने ഈ के समय, ശത്രുവിന്റെ പോരാട്ടത്തിൽ പുറത്തു വരുമ്പോൾ, शत्रु का जो योजना से बाहर आने के समय, രാജാവ് വിളിച്ചു പറയും, राजा ऐसा कहेंगे, ആമേൻ ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. इनका परमेश्वर है असली परमेश्वर। ഇത്രയും പ്രശ്നങ്ങൾ കൂടെ കടത്തി വിട്ടിട്ടും, इतने परेशानी से गुजरने के बावजूद, ഇത്രയും നശിപ്പിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടും इतना नाश करने की योजना बनाने के बावजूद അവിടെ നശിക്കാൻ കഴിയാതെ നിന്നുവെങ്കിൽ, वहां पर नाश बिना हुए वहां पर खड़े हैं, तो ഇവർ ആരാധിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല. वे जो आराधना करने वाले परमेश्वर को साधारण, ഇവർ ആരാധിക്കുന്ന ദൈവം വിഗ്രഹമല്ല. ये आराधना करने वाले कोई मूर्त नहीं है, ഇവർ ആരാധിക്കുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവമല്ല. ये मनुष्य ने बनाया हुआ नहीं है, ഇവർ ആരാധിക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തെയാണ്. ये जो मनुष्य को बनाया हुआ परमेश्वर को आराधना करते हैं। അതുകൊണ്ട് ഇവരുടെ ദൈവം മാത്രം മതി. इसलिए इनका परमेश्वर ही काफी ഇനി है, വേറൊരു ദൈവം വേണ്ട. और कोई परमेश्वर की आवश्यकता नहीं। ഇനി ഇവരുടെ ദൈവത്തെ ആരാധിച്ചാൽ മതി. इनके परमेश्वर को ही आराधना ഇനി करेंगे, ഇവരുടെ ദൈവം അല്ലാതെ വേറൊരു ദൈവം നമ്മുടെ ദേശത്ത് വേണ്ട. इनके परमेश्वर के अलावा और कोई नहीं അത് चाहिए। രാജാവിന് മനസ്സിലാക്കണമെങ്കിൽ, और राजा को तो समझना है, ചില അധികാരികൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ, कार्य को समझना है, നീ തീയിൽ കൂടെ കടന്നുപോയേ മതിയാവും. आपको आग के जरिए चलना है। നിന്റെ ജീവിതത്തിൽ ഈ അഗ്നിശോധന വന്നേ മതിയാവും. आपके जीवन में यह आग का जो कार्य होना है, ചില നിയമങ്ങൾ മാറ്റി എഴുതിയ മതിയാവും. उस नियम को फिर से लिखना ही है। അത് ആ നിയമങ്ങൾ മാറ്റി എഴുതുന്നത് वो नियम को फिर से लिखा जा रहा है, സത്യ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. सच्चे परमेश्वर को प्रकट करने के അത് लिए। കണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട. तो देखिए परमेश्वर के संतान
बोझ ना उठाए। അത് കണ്ട് ദൈവമക്കൾ ആമേൻ പേടിക്കണ്ട. परमेश्वर के संतानों से देखकर डरे ना। ആമേൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. आपको बस प्रार्थना करना। ആമേൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. आपको बस प्रार्थना करना। നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാ മതി. विश्वास योग्य रहना। നിങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. परमेश्वर के हाथ में अपने आप को देना है। ആമേൻ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. परमेश्वर अपना कार्य पूरी करते हैं। തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. अपना कार्य पूरी करते തക്ക हैं। സമയത്ത് തന്നെ ചെയ്തെടുക്കും. सही समय पर करते हैं। അത് ഓർത്ത് നാം ഭാരപ്പെടേണ്ട. उसे सोच कर भोग അത് ना ഓർത്ത് उठाए। നാം പ്രയാസപ്പെടേണ്ട. उसे सोच कर मुश्किल ना करे। അവർ ആമേൻ ആ തീയിൽ കൂടെ കടന്നു പോയപ്പോൾ, वो आग से जब गुजर रहे थे, ആ അഗ്നിശോധന അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, वो जो आग का जब परीक्षा आई उनकी, ആ തീയിൽ നിന്നും അവർ പുറത്തു വരാനിടയായി തീർന്നു. आग से वो बाहर आ पाए। കാരണം രാജാവ് പറയുക, क्योंकि राजा कहता है ഞങ്ങൾ ഇട്ടത് 3 പേരെയാ, हमने 3 जन को डाला പക്ഷെ था, ഇപ്പൊ ഒരാൾ കൂടെ വന്നിരിക്കുക. परंतु और एक जन आए। അവരുടെ കെട്ടുകൾ അടിക്കാൻ ശക്തനായവൻ, उनका बंधन हटाने के लिए शक्तिशाली है, അവരെ അവിടെ നിന്ന് വിടിവിക്കാൻ ശക്തനായവൻ, तो वहां से छुटकारा देने के योग्य है। ഞങ്ങളുടെ തീയുടെ ശക്തിയെ കെടുത്തുവാൻ ശക്തിയുള്ളവൻ, हमारा आग को जो है हटाने के शक्तिशाली है। ആമേ അതിനേക്കാളും ശക്തിയേറിയ ഒരുവൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. उससे भी ज्यादा शक्तिशाली जो जन आए हैं, അവരുടെ ദൈവം അവരെ വിടിവിച്ചു. उनका परमेश्वर को छुटकारा दिया। അതുകൊണ്ട് രാജാവ്, इसीलिए राजा, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ऐसा हम पढ़ते हैं, ആമേ പിന്നെ രാജാവ്, फिर तब ആമേൻ അതിനുശേഷം उसके बाद എപ്പോഴാ कब തീയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. आग से बाहर आने के बाद। അതാണ് യാക്കോബ് പറയുന്നത്, वो याकूब कहता है പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. परीक्षा को सहने वाला मनुष्य भाग्यशाली है। ആമേൻ അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം वो जो है योग्य करके बताने के बाद അവനൊരു കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. उसने एक मुकुट परमेश्वर रखे। ഇവിടെ നോക്കിയ ഈ പരീക്ഷ അവർ സഹിച്ചു. या देखिए परीक्षा को उन्होंने सहा, അവിടുന്ന് കൊള്ളാകുന്നവരായി പുറത്തു വന്നു. वो योग्य बनकर बाहर आए। പിന്നെ രാജാവ്, फिर राजा, അതിനുശേഷം उसके बाद പിന്നെ രാജാവ് तब राजा ശദ്രക് മേശക് അബേദ്നെഗോവിന് शद्रक मेशक अबेदनगो को ബാബേൽ സംസ്ഥാനത്തിൽ काबुल प्रांत से അവയെ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. स्थान और पद दिए। ഇതുവരെ ഇരുന്ന സ്ഥാനമല്ല, अब तक जो था वो स्थान नहीं, പ്രമോഷനോടുകൂടെ प्रमोशन के साथ അവർക്ക് ചില സ്ഥാനമാനങ്ങൾ കൊടുത്തു. उनको कुछ पद दिए, അവരെ ആദരിച്ചു. उनको आदर दिए। മാത്രമല്ല सिर्फ वही नहीं, അവരുടെ ശത്രുക്കളെ എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞു. उनके शत्रु को हमेशा के लिए नाश कर दिए। ആമേൻ ദൈവം ഒരു വ്യക്തിയെ ആദരിക്കാൻ ആഗ്രഹിച്ചത്. परमेश्वर किसी को आदर देने का सोचते हैं। ഈ ലോകത്തിലെ ഏതൊരു ശക്തി തകർക്കുവാൻ ശ്രമിച്ചാലും इस संसार में कोई भी शक्ति को नाश करने की कोशिश करे, അവിടെ ഒന്നും തകർന്നു പോകത്തില്ല. वहां पर वो नहीं हारे, കാരണം ദൈവവചനം പറയുന്നു, क्योंकि परमेश्वर का वचन कहता है ആമേൻ അവൻ തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നവനാ. कि सही समय पर वो कार्य करने वाला। അവൻ ആറ്റരീയത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാ. वो जो है वृक्ष को बनाया हुआ है जैसे, അവന്റെ ഇല ഒരിക്കലും വാടത്തില്ല. उनका जो पत्ता है वो कभी मुरझाता അതെ, नहीं है। 1 സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത് അവൻ ഒരിക്കലും വാടിപ്പോകത്തില്ല. कि भजन संहिता का 1 का 3 कहते हैं वो मुरझाता नहीं है। ഇന്ന് പകൽക്കാലം നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? क्या अपने आप को परमेश्वर के हाथ में दे सकते हैं? ആമേൻ നാം വിശ്വസ്തരായി നിൽക്കാൻ തയ്യാറാണോ? क्या विश्वास योग्य बनने के तैयार है? ദൈവം ചില സ്ഥാനമാനങ്ങൾ നമുക്ക് കൽപ്പിച്ചു തരും. परमेश्वर ने कुछ स्थान हमारे रखे हैं। ഇപ്പൊ കടന്നു പോകുന്ന ശോധനയുണ്ടല്ലോ, अभी जो जा रहे परीक्षाएं हैं, ഇപ്പൊ കടന്നു പോകുന്ന ഈ പരീക്ഷയുണ്ടല്ലോ, ये जो परीक्षाएं से गुजर रहे ആമ हैं, ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ പോവുക. इधर से बाहर आने वाले हैं। ആമേ നമ്മൾ ഇവിടെ നശിച്ചു പോകത്തില്ല. यहाँ हम नाश नहीं होंगे। ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आए अपने आंखों को നമുക്ക് बंद करें, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. अपने आप को जांचे। നാം കടന്നു പോകുന്ന ഈ പാത हम जो इस रास्ते पर चल रहे हैं വളരെ പ്രതികൂലമുള്ളതാണ്. बहुत परेशानी से भरा हुआ ചുറ്റുപാട് നിയമങ്ങൾ കഠിനമായിക്കൊണ്ടിരിക്കുന്നു. है। जो नियम है वो कठिन हो रहा है। ആമേ നമ്മുടെ അവസ്ഥകളും വളരെ പരിതാപകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. रास्ता ये बहुत मुश्किल से जा रहा ഇനി है। എങ്ങനെ മുന്നോട്ട് പോകും? अभी कैसे आगे ഇനി बढ़ेंगे? ആര് സഹായിക്കും? कौन मदद करेगा? ഇനി എന്ത് ചെയ്യും? अभी क्या ഇന്ന് करेंगे? പകൽക്കാലം ഭാരത്തോടു കൂടി ആയിരിക്കുന്നു. अब क्या आप भोज में हो? ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. परमेश्वर के हाथ में दीजिए। ഇതാ ദൈവം ചില പുതുവഴികളെ തുറക്കാൻ പോവുക. परमेश्वर कुछ नए मार्ग खोल रहा है। അഗ്നിക്കകത്തും വഴി തുറക്കുന്ന ദൈവം. आग के अंदर से भी मार्ग खोलने वाले അതെ, परमेश्वर, അഗ്നിക്കകത്തും വഴി ഒരുക്കുന്ന ദൈവം. मार्ग के अंदर से भी आग के अंदर से भी मार्ग खोलने वाले ചില परमेश्वर, കെട്ടുകൾ ഇതാ പൂട്ടിപ്പോകാൻ പോവുക. कुछ बंधन तोड़ने वाले हैं। നിന്നെ തീയിലിട്ടത്, आपको आग में डाला है, നിന്നെ ഈ ശോധനയിലേക്ക് കടത്തി വിട്ടത്, आपको परीक्षा में भेजा है। ശത്രു ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. शत्रु ने बांधा हुआ कुछ बंधन है, നീ പോലും അറിയാതെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. आप भी नहीं जानते वैसे कोई बंधन है। അതിനെ ആമേ പൊട്ടിക്കുവാൻ വേണ്ടി, उसे तोड़ने के लिए, അതെ ശത്രുവിന്റെ മുമ്പാകെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാ. शत्रु के सामने परमेश्वर को महिमा देने के लिए, ദൈവം ആരെന്ന് ശത്രു കണ്ട് അത്ഭുതപ്പെടാൻ വേണ്ടിയാ. परमेश्वर कौन है करके शत्रु देखकर चौंकने के ഇന്ന് लिए। പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമെങ്കിൽ अगर अपने आप को आज हम परमेश्वर के हाथ में देते हैं, അതെ ചില അധികാരികളെ ആമെ രൂപാന്തരപ്പെടുത്തുവാൻ
कुछ अधिकार को जो है परिवर्तन करने के लिए, ആമേൻ പ്രൈസ് ദി ലോർഡ്. ചില ശോധനകളിൽ കൂടെ ചില പരീക്ഷകളിൽ കൂടെ നിന്നെ കടത്തിവിടും. कुछ परीक्षाओं से जो गुजरना पड़ता है, അത് നിനക്ക് വിരോധമായിട്ടുള്ളതല്ല, वो आपके विरुद्ध नहीं है, ചിലരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയാ. किसी के आंखों को खोलने के നിന്നെ लिए, ബന്ധിച്ചിരിക്കുന്ന ചിലരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയാ. आपको जो बांधा गया है, उनकी आंखों को खोलने നിനക്ക് के लिए, വിരോധമായി നിൽക്കുന്ന ചിലരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയാ. आपके विरुद्ध रहने वाले लोगों की आंखों को खोलने के लिए, നിന്നെ ആമേൻ മുന്നോട്ട് വിടാതെ വണ്ണം ബന്ധിച്ചു വെച്ചിരിക്കുന്ന तुम्हें आगे नहीं भेजने के हिसाब से बांध के रखा हुआ, ആമേൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണമെങ്കിൽ उनकी आंखें खुलना है, നിന്റെ ജീവിതത്തിൽ ചില ശോധന വന്നേ മതിയാവും. आपके जीवन में कोई परीक्षा आनी है। നീ വിചാരിക്കുന്നത് അവർക്ക് ചില ശോധനകൾ വരണമെന്ന്. आप सोचेंगे कि उनको कोई परीक्षा आनी है, അവർക്ക് ശോധന വന്നാൽ അവർക്ക് കണ്ണ് തുറക്കത്തില്ല. उनको परीक्षा आएगा तो आगे नहीं बोलेंगे, അവരുടെ കണ്ണ് തുറക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില ശോധനകൾ വരണം. उनका आंख खुलना है तो आपके जीवन में परीक्षा आनी है। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या आज सुबह के समय अपने आप को देंगे? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? क्या हम प्रार्थना कर सकते हैं? ആമേൻ ദൈവം ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. परमेश्वर कुछ कार्य करने वाले हैं। ആമേൻ പിന്നെ फिर से അതിനുശേഷം उसके बाद, ആമേൻ അവർ പുറത്തു വന്ന ശേഷം, वो बाहर आने के बाद, ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, परीक्षा होने के बाद, അഗ്നിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം आग से बाहर आने के बाद അവർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിച്ചു. कुछ स्थान और पद मिले हैं, കാരണം അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. परमेश्वर के सामने विश्वास योग्य थे। ദൈവസന്നിധിയിൽ വിശ്വസ്തരായപ്പോൾ परमेश्वर के सन्निधि में विश्वास योग्य थे। ശത്രു രാജ്യത്തിൽ ഇത് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിച്ചിരിക്കുക. शत्रु के राज्य में उनको कुछ पद और स्थान मिला, അവരെ ആദരിച്ചിരിക്കുക. उनको आदर मिला वहाँ। ഇന്ന് പകൽക്കാലം आज सुबह ആ ആദരവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ वो आदर हमारे जीवन में आना है। ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. परमेश्वर के सन्निधि में विश्वास योग्य बनना, ദൈവഹിതത്തിനായി ഏൽപ്പിക്കുക. परमेश्वर की इच्छा के हिसाब से देना। നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हे हमारे स्वर्गीय पिता ഈ परमेश्वर, നല്ല പകൽ വേളയ്ക്കായി നന്ദി പറയുന്നു. ऐसे सुबह का दिन के लिए हम धन्यवाद ഇന്ന് करते हैं। പകൽക്കാലം കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. आज सुबह के समय आपने हमसे बात की, ऐसे धन्यवाद। ശദ്രക് മേശക് അബേദ്നെഗോവിനെ ആദരിച്ച ദൈവം, शद्रक मेशक अबेदनगो को आदर किए हुए അവർ परमेश्वर, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് അവരെ ആദരിച്ചു. वो आपकी सन्निधि में विश्वास योग्य थे, इसलिए आदर दिया है। ഞങ്ങൾ ഈ നാൾ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ हम भी इन दिनों में विश्वास योग्य बनने के लिए ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. हम अपने आप को आपके हाथों में देते हैं। കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുമാറാണ്. परमेश्वर हमें इस्तेमाल कीजिए, ആമേ ഞങ്ങളെ ഉപയോഗിക്കുമാറാകണം കർത്താവ്. हमें इस्तेमाल कीजिए, അവിടുത്തെ നാമമഹത്വത്തിനായി, आपका नाम महिमा के लिए, അവിടുത്തെ ഹിതത്തിനായി, आपकी इच्छा के लिए, അവിടുന്ന് ആഗ്രഹിക്കും പ്രകാരം आप जो इच्छा करते हैं ഞങ്ങളിത് ഏൽപ്പിച്ചു തരുന്നു. हम अपने आप को देते हैं, ഞങ്ങളിത് സമർപ്പിക്കുന്നു. हम समर्पण करते हैं। അങ്ങ് ഞങ്ങളിൽ കൂടെ പ്രവർത്തിക്കണം. हमारे जरिए काम किया, അവിടുത്തെ നാമമഹത്വം എടുക്കണം. आपका नाम की महिमा हो। കർത്താവെ, ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आपको धन्यवाद के साथ स्तुति और आराधना करते ഈ हैं। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. वचन सुनने वाले सारे प्रिय लोग आपके हाथों में देते हैं। അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. अनुग्रह करके प्रार्थना करते हैं। ഈ ദിവസങ്ങളിൽ അവർ കടന്നു പോകുന്ന പാതകൾ, इन दिनों में वो जाने वाले मार्ग, അവരെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ മേൽ, उनको जो दर्द देने वाले विषय है, അവരെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ उनको जो है दुख पहुंचाने वाला विषय है, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം. परमेश्वर का कार्य प्रकट, ദൈവകരം വെളിപ്പെടുമാറാകണം. परमेश्वर का कार्य प्रकट, അതേ ചില ബന്ധനങ്ങൾ അഴിയുവാൻ, कुछ बंधन टूटने, ചില ശത്രുവിന്റെ പോരുകൾ തകരപ്പെടുവാൻ, शत्रु के योजनाएं टूटने के, ആമേൻ മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടത്തക്കവണ്ണം दूसरे लोग देखकर चौंकने के हिसाब से ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ परमेश्वर कार्य प्रकट, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर के हाथ में सौंप के प्रार्थना करते എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. हैं। सारे प्रिय लोगों को सौंपते हैं। കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, आप उनको आशीष दीजिए, ബലപ്പെടുത്തിയാട്ടെ. बल दीजिए, അടിയങ്ങളെ സമർപ്പിക്കുന്നു. अपने आप को भी हम देते हैं। എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. सारे अच्छाई का धन्यवाद करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुनाए से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से हम मांगते हैं। ആമേൻ.